ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അതായത് മൊമെൻറ്റ്സ് ആയിട്ടുള്ള മീന്, വേരിയൻസ്, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻസ്, റെക്കറൻസ് റിലേഷൻസ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇത് നമുക്കത് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് ഈസ് എ നോർമൽ വേരിയേറ്റ് വിത്ത് മീൻ 42 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4. Find the probability that a value taken by x is less than 50, greater than 50, less than 40, greater than 40, between 43 and 45, between 40 and 44, between 37 and 41. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? എക്സ് ഒരു നോർമൽ വേരിയേറ്റ് ആണ്. അതിൻ്റെ മീൻ ഈക്വൽ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്താണ്? മ്യൂ ഈക്വൽ ടു 42 തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്. നമുക്ക് ലെസ് ദാൻ 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഗ്രേറ്റർ ദാൻ 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ലെസ് ദാൻ 40 എക്സെട്ര, ബിറ്റ്വീൻ 37 41 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ തന്ന സാധനങ്ങൾ ആദ്യം എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് എക്സ് ഈസ് എ നോർമൽ വേരിയേറ്റ് വിത്ത് പാരാമീറ്റർ മ്യൂ ഈക്വൽ ടു 42 ആൻഡ് സിഗ്മ ഈക്വൽ ടു 4. അത് എവിടെ നിന്ന് കിട്ടിയത്? മീൻ ഈക്വൽ ടു 42 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 4 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, therefore z ഈക്വൽ ടു, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? z ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഹിയർ മ്യൂ ആൻഡ് സിഗ്മ നമുക്ക് അറിയാവുന്നതാണ്. ദെൻ എക്സ് മൈനസ് 42/4 കിട്ടും. ഇസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു? ലെസ് ദാൻ 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 50, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 50. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് എക്സ് മൈനസ് 42 ഡിവൈഡ് ബൈ 4 ലെസ് ദാൻ 50 മൈനസ് 42/4. അതായത് എക്സ് നമ്മൾ 42 മൈനസ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ്, അതേ നമ്മൾ എന്ത് ചെയ്യണം? 50യും ചെയ്യണം. ഓക്കെ, സോ വി ഗെറ്റ് എക്സ് മൈനസ് 42/4 ആണ് നമ്മൾ ഇസെഡ് ആക്കി ചൂസ് ചെയ്തിട്ടുണ്ട്. സോ പ്രോബിലിറ്റീസ് ഓഫ് ഇസെഡ് ലെസ് ദാൻ 2 കിട്ടി. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക, പ്രോബിലിറ്റീസ് ഓഫ് ഇസെഡ് ലെസ് ദാൻ 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം പറയാൻ പോകുന്നത്. നമ്മളെ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ നോർമൽ കേർവ്. നമ്മളൊക്കെ അറിയാവുന്നതാണ്. നോർമൽ കേർവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോർമൽ കേർവ് സിമെട്രിക് ആണ് അബൌട്ട് ദി മീൻ, മീഡിയൻ, മോഡ്. ഓക്കെ, എല്ലാം എന്താണ്? മ്യൂ ആണ്. സോ നമ്മളിതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. സ്റ്റാൻഡർഡൈസ് ചെയ്ത സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്തായിരുന്നു? 0 ആണ് അല്ലേ. അപ്പോൾ 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കുള്ള ആ ഗ്രാഫിന് താഴേക്കുള്ള ഏരിയ, കേർവിന് താഴേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വരിക? 0.5 വരിക. കാരണം ടോട്ടൽ ഏരിയ 1 ആയതുകൊണ്ട് അതിൻ്റെ നേരെ പകുതിയാണ് ഇത് 0യിൽ വരുന്നത്. സോ ലെഫ്റ്റ് സൈഡിലേക്ക് 0.5 ആയിരിക്കും, റൈറ്റ് സൈഡിലേക്ക് 0.5 ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്തു? പ്രോബിലിറ്റീസ് ഓഫ് ഇസെഡ് ലെസ് ദാൻ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഫിഗറിലേക്ക് നോക്കുക. നമുക്ക് ഇതാണ് നമ്മളുടെ നോർമൽ കേർവ്. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു റഫ് ഫിഗർ വരച്ചു. ഇത് നമ്മളുടെ മീൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മ്യൂ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, 2 പ്രോബിലിറ്റീസ് ഓഫ് ഇസെഡ് ലെസ് ദാൻ 2. സെറ്റ് 2നേക്കാളും താഴേക്ക് വരുന്ന പ്രോബിലിറ്റി, അതായത് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് നമുക്ക് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ നമുക്ക് രണ്ടാക്കി മാറ്റാവുന്നതാണ്. ഒന്ന് -∞ to 0യും ഒന്ന് 0 to 2 അല്ലേ. കാരണം -∞ to 0 നമുക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ദെൻ 0 to 2 കൂടിയുള്ള ഏരിയ നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും കൂടിയും ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് -∞ ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ 0 പ്ലസ് പ്രോബിലിറ്റീസ് ഓഫ് 0 ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ 2 ആക്കി നമുക്ക് എഴുതാൻ പറ്റും. പ്രോബിലിറ്റീസ് ഓഫ് -∞ to 0 ആൻഡ് പ്രോബിലിറ്റീസ് ഓഫ് 0 to 2 ആണ് എന്താണ്? വിച്ച് ഈസ് ദി ഏരിയ ഓഫ് ദ നോർമൽ കർവ് ഫ്രം -∞ to 0 ആൻഡ് ഫ്രം 0 to 2. ഓക്കെ, സോ അത് പ്രോബിലിറ്റി ആണ് എന്താണ്? ഏരിയ ഫ്രം -∞ to 0 പ്ലസ് ഏരിയ ഫ്രം 0 to 2 ആക്കി നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ. ഇവിടെ മുതൽ ഇവിടെ വരെ പ്ലസ് ഈ ഏരിയ. സോ -∞ to 0 നമുക്ക് അറിയാവുന്നതാണ് 0.5 ആണ്. എങ്ങനെ 0 to 2 കണ്ടുപിടിക്കും? 0 മുതൽ 2 വരെയുള്ള ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ കേർവിൻ്റെ, സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൻ്റെ ഒരു ടേബിൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ആ ടേബിൾ ശ്രദ്ധിക്കുക. ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ മ്യൂ 0 ആണ്. ദെൻ 1.45ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ആ 1.45ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? 1.5 നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് എടുക്കുക. ദെൻ 0.05 നമുക്ക് ഈ റോയിലുള്ള കറസ്പോണ്ടിങ് വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് 1.4 ഇവിടെ വരുന്നു അല്ലേ, ഈ റോ. ദെൻ 0.05 കോളം ഇത്. ഈ 1.45ഉം ഈ 0.05ഉം കൂടി തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ പോർഷൻ അത് എത്ര വരുന്നത്? 0.2655. ദിസ് ടേബിൾ പ്രൊവൈഡ് ദി ഏരിയ ബിറ്റ്വീൻ ദ മീൻ ആൻഡ് സം ഇസെഡ് സ്കോർസ്. ഫോർ എക്സാമ്പിൾ വെൻ ഇസെഡ് സ്കോർസ് 1.45 ആകുമ്പോൾ ഏരിയ എത്ര വരിക? 0.4265. അങ്ങനെ കണ്ടുപിടിച്ചത് 1.45ൻ്റെ റോ എടുക്കുന്നു.
0.05ൻ്റെ കോൾ എടുക്കും. ദാറ്റ് ഈസ് 1.45 ഈ സംഭവം കൂടി ജോയിൻ ചെയ്യുന്നത് രണ്ടും കൂടി കൂട്ടി വിട്ടുന്ന എവിടെയാണ് 0.4265 ഓക്കെ. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ ഇപ്പോൾ എത്രയാണ് 0 മുതൽ 2 വരെയുള്ള ഏരിയയാണ്. സോ ഈ റോയിൽ നമ്മൾക്ക് ഈ കോളത്തിൽ 2 എവിടെ വരുന്നു നോക്കുക, 1.9 വരെ എവിടെ ഉണ്ട്, ദെൻ 2ക്ക് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ പറഞ്ഞാൽ 2.00 ആണല്ലോ വരുന്നത്. 2 പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ എത്ര 0.4772 ആണ്. സോ നമ്മുടെ 0.5ൻ്റെ കൂടെ എന്ത് ചെയ്യുക, ആ 0.4772 ആഡ് നമുക്ക് ടോട്ടൽ ഏരിയ ആയി. ദാറ്റ് ഈസ് 0.5 പ്ലസ് 0.4772 ദാറ്റ്സ് ഈക്വൽ ടു 0.9772 കിട്ടി. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഗ്രേറ്റർ ദാൻ 50 50നേക്കാളും കൂടുതൽ വരുന്ന പ്രോബബിലിറ്റിയുള്ള ചാൻസ് ആണ് കണ്ടുപിടിക്കാറ്. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 50 നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രോബബിലിറ്റീസ് ഓഫ് എക്സ് മൈനസ് 42/4 ഗ്രേറ്റർ ദാൻ 50 മൈനസ് 42/4 ദാറ്റ്സ് ഈക്വൽ എക്സ് മൈനസ് 42/4 എന്ന ഇസെഡ് ആണ്. 50 മൈനസ് 42/4 ആണ് എന്ത് വരും 2 കിട്ടും. ദാറ്റ് ഈസ് പ്രോബബിലിറ്റീസ് ഓഫ് ഇസെഡ് ഗ്രേറ്റർ ദാൻ 2. ഈ ഫിഗർ നോക്കുക, ഇസെഡ് ഗ്രേറ്റർ ദാൻ 2 പറഞ്ഞാൽ എവിടെ വരിക, ഈ വൈറ്റ് റീജിയൻ അല്ലേ, നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്ത ഈ റീജിയനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ റീജിയൻ എങ്ങനെ കണ്ടുപിടിക്കും നോക്കുക, ഈ ഫിഗറിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ. ആ റീജിയൻ എങ്ങനെ കണ്ടുപിടിക്കും, ദാറ്റ് ഈസ് ടോട്ടൽ 1 ആണ്. -∞ to 0 വരെ 0.5, 0 to ∞ വരെ എന്താണ് 0.5 ആണ്. 0 to ∞ വരെ ഉള്ളത് 0.5 ആണ്. അതിന് നമുക്ക് എന്താ 0 to 2 നമുക്ക് മൈനസ് ചെയ്താൽ മതി അല്ലേ. 0 to 2 നമ്മളിപ്പം ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചു 0.4772 ആണ്. അപ്പോൾ ടോട്ടൽ 0.5 ആണെങ്കിൽ അതിന് എന്ത് ചെയ്യുക, 0 to 2 മൈനസ് നമുക്ക് ആൻസർ ആയി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റീസ് ഓഫ് ഇസെഡ് ഗ്രേറ്റർ ദാൻ 2 നമ്മൾ എന്താക്കി മാറ്റി, പ്രോബബിലിറ്റീസ് ഓഫ് 0 ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി, അതായത് ഇവിടെ മുതൽ ഈ ടോട്ടൽ റൈറ്റ് സൈഡിലേക്കുള്ള ഭാഗം മൊത്തം മൈനസ് പ്രോബബിലിറ്റീസ് ഓഫ് 0 ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ 2. പ്രോബബിലിറ്റീസ് ഓഫ് 0 ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് എന്താണ്, വിച്ച് ഈസ് ദി ഏരിയ ഫ്രം 0 to infinity. ആൻഡ് മറ്റേത് എന്താണ്, ഏരിയ ഫ്രം 0 to 2. ദാറ്റ് ഈസ് ഏരിയ ഫ്രം 0 to infinity ആണ് എത്രയാണ് 0.5 ആണ്. ഏരിയ ഫ്രം 0 to 2 നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു 0.4772. അത് 0.5 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.0228 കിട്ടും. ഓക്കെ. ദെൻ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും ഫിഫ്ത്ത് ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 40 ഗ്രേറ്റർ ദാൻ 40. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, ടേബിളായിട്ട് കമ്പയർ ആ ഗ്രാഫ് വരക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. റഫ് ഒരു ഗ്രാഫ് വരക്കുന്നത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് സംഭവങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ തേർഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും സെയിം ആണ്. ഇനി ഫിഫ്ത്തും സിക്സ്ത്തും സെവൻത്തും ക്വസ്റ്റ്യൻ നോക്കുക. ബിറ്റ്വീൻ ദ ടു വാല്യൂസിൻ്റെ ഇടയിലുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് വർക്കായിട്ട് ചെയ്യുക. കാരണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് സംഭവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നു. ബിറ്റ്വീൻ 43 ആൻഡ് 45 43ൻ്റെയും 45ൻ്റെയും ഇടയ്ക്കുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പ്രോബബിലിറ്റീസ് ഓഫ് 43 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 46 ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രോബബിലിറ്റീസ് ഓഫ് 43 minus 42 divided by 4 less than x minus 42/4 less than 46 minus 42/4. 43 minus 42/4 എന്ത് വരും, 0.25 വരും. ആൻഡ് 46 minus 42/4 1 വരും. x minus 42/4 ആണ് z ആണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റീസ് ഓഫ് 0.25 ലെസ് ദാൻ z ലെസ് ദാൻ 1 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ കേവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇതാണ് കേവ് വരിക. ദാറ്റ് ഈസ് നമുക്ക് എന്താണ് 0.25 മുതൽ 1 വരെയുള്ള ഏരിയ ആവശ്യമുള്ളൂ. നോക്കുക, ഈ ഫിഗർ നോക്കുക, നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 0 മുതൽ 1 വരെയുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് 0 മുതൽ 0.25 വരെയുള്ളത് നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.25 മുതൽ 1 വരെയുള്ള ആൻസർ കിട്ടും. ദാറ്റ് ഈസ് പ്രോബബിലിറ്റീസ് ഓഫ് 0 ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ 1 മൈനസ് പ്രോബബിലിറ്റീസ് ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.25. സോ 0 മുതൽ 1 വരെയുള്ള പ്രോബബിലിറ്റി എന്താണ്, ഏരിയ ഫ്രം 0 to 1. മറ്റേതെന്താണ്, ഏരിയ ഫ്രം 0 to 0.25. അവിടെ നിന്ന് കിട്ടുക നമ്മളുടെ ടേബിളിൽ നിന്ന് കിട്ടും. 0 to 1 വരെയുള്ളതും 0.25 വരെയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 0 to 1 ദാറ്റ് ഈസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര വരും, 0.3413 വരും. ആൻഡ് 0.25ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.2 വരെയാണ്. ദെൻ 5 ഈക്വൽ ടു ഇവിടെ വരും. ദാറ്റ് ഈസ് 0.25 വരുമ്പോൾ 0.0987 വരും. അപ്പോൾ 1 വരെയുള്ള ഏരിയ എന്ത് ചെയ്യുക, 0.25 വരെയുള്ള ഏരിയ നമ്മൾ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 0.3413 മൈനസ് 0.0987 ദാറ്റ്സ് ഈക്വൽ ടു 0.2426. ദെൻ സിക്സ്ത്തും സെവൻത്ത് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ്. ബിറ്റ്വീൻ ദ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിഗറിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സംഭവം ക്യാച്ച് ചെയ്യാൻ പറ്റും. ദെൻ ടേബിളിൽ വാല്യൂറ്റ് കമ്പയർ ചെയ്യാം. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ ഈക്വൽ ടു 165 cm ആൻഡ് സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, ഡിസ്ട്രിബ്യൂഷൻ അല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 5 cm.
ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഈസ് മോർ ദാൻ 177 സെൻറ്റിമീറ്റർ ആൻഡ് ലെസ് ദാൻ 162 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് വരുന്ന മീൻ ദാറ്റ് ഈസ് മ്യൂ ഈക്വൽ ടു 165 തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്. നമുക്ക് പി ഓഫ് 177, അത് നമ്മളിപ്പോൾ ഹൈറ്റ് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 177, അതുപോലെ എക്സ് ലെസ് ദാൻ 162 ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അതിന് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് നമ്മൾ കുട്ടികളുടെ ഹൈറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലെറ്റ് എക്സ് ഡിനോട്ട് ദി ഹൈറ്റ്. ദെൻ എക്സ് ഈസ് എ നോർമൽ വേരിയേറ്റ് വിത്ത് പാരാമീറ്റേഴ്സ് മീൻ മ്യൂ ഈക്വൽ ടു 165 ആൻഡ് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്. ദെൻ ലെറ്റ് ഇസഡ് ഈക്വൽ ടു സ്റ്റാൻഡേർഡൈസേഷൻ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ദാറ്റ് ഈസ് എക്സ് മൈനസ് 165/5 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 177 എക്സ് ലെസ് ദാൻ 162 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വൺ, പ്രോബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഈസ് മോർ ദാൻ 177 സെൻറ്റിമീറ്റർ ടാൾ ഈസ് എത്ര വരിക, പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 177. ദെൻ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് എക്സ് മൈനസ് 165 ഡിവൈഡ് ബൈ 5 ഗ്രേറ്റർ ദാൻ 177 മൈനസ് 165 ഡിവൈഡ് ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു എക്സ് മൈനസ് 165 5 ആണ് എത്രയാണ്, സെഡ് ആണ്. ദെൻ 177 മൈനസ് 165 ഡിവൈഡ് ബൈ 5 പറഞ്ഞാൽ 2.4. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 2.4. സെഡ് ഗ്രേറ്റർ ദാൻ 2.5 ആണ് എത്രയാണ്, 2.5ൻ്റെ മുകളിലേക്കുള്ള. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ എന്ത് ചെയ്യുക, 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ളത് ടോട്ടൽ പറഞ്ഞാൽ 0.5. അതിന് എന്ത് ചെയ്യാൽ മതി, 0 മുതൽ 2.4 വരെയുള്ള ഏരിയ നമുക്ക് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രാഫിലേക്ക് നോക്കുക. നമുക്ക് എന്താണ് ആവശ്യം, 2.4ൻ്റെ മുകളിലേക്കുള്ള, അതായത് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയനാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതാണ് അതിൻ്റെ ഏരിയ ആണ്, ആ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നമുക്ക് 0 to ഇൻഫിനിറ്റി നമുക്കറിയാം എത്രയാണ്, 0.5 ആണ്. അതിന് എന്ത് ചെയ്യാൽ മതി, 0 to 2.4 വരെയുള്ള ഏരിയ നമുക്ക് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ ഇൻഫിനിറ്റി മൈനസ് പ്രോബിലിറ്റീസ് ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 2.4. ദാറ്റ് ഈസ് ഏരിയ ഫ്രം 0 to ഇൻഫിനിറ്റി മൈനസ് ഏരിയ ഫ്രം 0 to 2.4. ദാറ്റ് ഈസ് 2.4ൻ്റെ കറസ്പോണ്ടിങ് ഏരിയ നമുക്ക് എന്ത് ടേബിൾ നിന്ന് കിട്ടും. ദാറ്റ് ഈസ് 2.4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2.4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പറഞ്ഞാൽ 0.4918. അതെന്ത് ചെയ്താൽ മതി, നമ്മളുടെ 0.5 നമുക്ക് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0.5 മൈനസ് 0.4918 ദാറ്റ്സ് ഈക്വൽ ടു 0.0082 കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 162നേക്കാളും താഴേക്ക് ഹൈറ്റ് വരുന്ന കുട്ടികളുടെ പ്രോബിലിറ്റി. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ലെസ് ദാൻ 162 ദാറ്റ്സ് ഈക്വൽ ടു സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. പ്രോബിലിറ്റീസ് ഓഫ് എക്സ് മൈനസ് 165/5 ലെസ് ദാൻ 162 മൈനസ് 165/5 ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് ഇസഡ് ലെസ് ദാൻ -0.6 എന്ന് കിട്ടും. ഓക്കെ, -0.6നേക്കാളും താഴേക്കുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇതാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, -0.6ൻ്റെ താഴേക്കുള്ള ഏരിയ. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് 0 to മൈനസ് ഇൻഫിനിറ്റിയുള്ള ഏരിയ നമുക്ക് അറിയത്താണ് 0.5 ആണ്. അതിന് എന്ത് ചെയ്യാൽ മതി, 0 to -6 വരെയുള്ള -0.6 വരെയുള്ള ഏരിയ മൈനസ് ചെയ്താൽ മതി. അതായത് ഈ സംഭവം ലെഫ്റ്റ് സൈഡിലേക്കുള്ളതാണെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ളതാണെങ്കിൽ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ -0.6 എന്ന് കാണിക്കാൻ കാരണം എന്താണ്, അത് ആ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 0ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മൈനസ് സൈന് മീൻ ചെയ്യുന്നത്. സോ 0 to മൈനസ് ഇൻഫിനിറ്റി ഉള്ള ഏരിയയും 0 to ഇൻഫിനിറ്റി ഉള്ള ഏരിയ എന്താണ് 0.5 ആണ്. 0 to -0.6 വരെയുള്ള ഏരിയയും 0 to 0.6 വരെയുള്ള ഏരിയ എന്താണ് സെയിം ആയിരിക്കും. അപ്പോൾ 0 to പ്ലസ് ഇൻഫിനിറ്റിയിൽ അതായത് 0 to 0.6 ഉള്ള ഏരിയ നമുക്ക് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് -ഇൻഫിനിറ്റി ലെസ് ദാൻ z ലെസ് ദാൻ ഇൻഫിനിറ്റി 0 പ്രോബിലിറ്റീസ് ഓഫ് -0.6 ലെസ് ദാൻ z ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഫ്രം 0 to ഇൻഫിനിറ്റി തന്നെയാണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ. ഈ -0.6 മുതൽ 0 ഉള്ള ഏരിയ ആണ് എന്താണ്, 0 to 0.6 ഉള്ള ഏരിയയും സെയിം ആയിരിക്കും. സോ ആ ഏരിയ ഫ്രം 0 to ഇൻഫിനിറ്റി എന്താ മതി, ഏരിയ ഫ്രം 0 to 0.6 നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 0.6 ഉള്ള ഏരിയ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ടേബിളിൽ നിന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.5 എന്ത് ചെയ്യാം, 0.6 ഉള്ള ഏരിയ എന്നാൽ 0.2258 ദാറ്റ്സ് ഈക്വൽ ടു 0.2742 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2-3 പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് IQ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 800 ചിൽഡ്രൻ ഈസ് 98. ശ്രദ്ധിക്കണം, ഓരോ പ്രോബ്ലംസും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പ്രോബ്ലംസും നിങ്ങൾ സ്വന്തമായിട്ട് അപ്രോച്ച് ചെയ്യണം. നമുക്ക് തന്നിട്ടുണ്ട് 800 ചിൽഡ്രൻസിൻ്റെ ആവറേജ് IQ എന്ന് പറഞ്ഞാൽ 98 ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ് തന്നിട്ടുണ്ട്.
ഓക്കെ, അസ്യൂമിങ് നോർമാലിറ്റി ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹാവിങ് IQ ബിറ്റ്വീൻ 100 ആൻഡ് 120. നമ്മളുടെ ഈ ഡാറ്റാസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അതിൽ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹാവിങ് IQ ബിറ്റ്വീൻ 100 ആൻഡ് 120 നമുക്ക് കണ്ടുപിടിക്കണം. സോ IQ ലെവൽ നമ്മൾ 800 ചിൽഡ്രൻസിൻ്റെ IQ ലെവലിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ട് 98, ദാറ്റ് ഈസ് അതിൻ്റെ മീൻ ഈക്വൽ ടു 98 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 8 തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ലെറ്റ് എക്സ് നമ്മൾ അതിൻ്റെ IQ ലെവലായിട്ട് ചിൽഡ്രൻസിൻ്റെ IQ ലെവലായിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ എക്സ് ഈസ് എ നോർമൽ വേരിയേറ്റ് വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ഈക്വൽ ടു 98 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു 8 നമുക്ക് കിട്ടും. Then let z equal to x minus mu by sigma, that's equal to x minus 98 by 8 വരും. So we want to find the probability that the IQ level of a children or IQ level of a children is between 100 and 120 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ എക്സ്പെക്റ്റഡ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ടോട്ടൽ എത്രയാണ്? 800 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ പ്രോബിലിറ്റീസ് ഓഫ് 100 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 120 എന്തിനും സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ probabilities of 100 minus 98 divided by 8 less than x minus 98 divided by 8 less than 100 minus 98 divided by 8. Okay, that's equal to solve ചെയ്യുമ്പോൾ വരും probabilities of 0.25 less than z less than 2.75 വരും. that is 0.25 മുതൽ 2.75 ഉള്ള ഏരിയ നമുക്ക് ആവശ്യമുള്ളത്. ഇതിലേതാണ് വലുത്? 2.75. അപ്പോൾ 2.75 ഉള്ള ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം? 0.25 ഉള്ള ഏരിയ നമുക്ക് മൈനസ് ചെയ്താൽ മതി. That is probabilities of 0 less than z less than 2.75 minus probabilities of 0 less than z less than 0.25. Okay, 2.75 ഉള്ള ഏരിയയിൽ നിന്ന് 0.25 നമ്മൾ മൈനസ് നമുക്ക് കിട്ടും 0.25 മുതൽ 2.7 വരെയുള്ള ഏരിയ നമുക്ക് കിട്ടും. So that is the area from 0 to 2.75 and the area from 0 to 2.25 രണ്ടും മൈനസ് ചെയ്യാം. So 2.75 ഉള്ള ഏരിയ നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഈക്വൽ ടു 0.4970 കിട്ടും. ആൻഡ് 0 to 0.25 ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 0.0987, രണ്ടും മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.3983 കിട്ടും. ഇതാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ. ദെൻ എമോങ് n ഈക്വൽ ടു 800 ചിൽഡ്രൻസ് അല്ലേ, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹാവിങ് IQ ബിറ്റ്വീൻ 100 ആൻഡ് 120 എന്തിനും ഈ ഇപ്പം കിട്ടിയുള്ള പ്രോബിലിറ്റിന് എന്ത് ചെയ്യുക? n കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് 800 കൊണ്ട് മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് n ഇൻറ്റു പ്രോബിലിറ്റീസ് ഓഫ് 100 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 120. That's equal to 800 into 0.3983. That's equal to 318.64. Okay, നമുക്ക് നമ്പറാണ് കിട്ടേണ്ടത്. സോ ഇത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 319. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഹാവിങ് IQ ലെവൽ ബിറ്റ്വീൻ 100 ആൻഡ് 120 ഇൻ 800 ചിൽഡ്രൻസിൽ എത്ര കിട്ടുന്നത്? 319 ആണ്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ ഈക്വൽ ടു 11, standard deviation equal to 1.5. Find the number x naught such that probabilities of x greater than x naught equal to 0.3 and the probabilities of x less than x naught equal to 0.09. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദൻ എക്സ് നോട്ട് ഈക്വൽ ടു 0.3 എന്നിട്ടുണ്ട്. ആ എക്സ് നോട്ട് നമുക്ക് കണ്ടുപിടിക്കും. ഇപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എക്സ് നോട്ട് എന്ന പോയിന്റ് നമ്മളുടെ കയ്യിലുണ്ട്. അതിന് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കണ്ടുപിടിക്കുകയായിരുന്നു തൊട്ട് മുമ്പ് വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ്? പ്രോബിലിറ്റി തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് നോട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിൾ വാല്യൂന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹിയർ മീൻ മ്യൂ ഈക്വൽ ടു 11 ആൻഡ് സിഗ്മ ഈക്വൽ ടു 1.5. Then z equal to x minus mu by sigma ആയിട്ട് നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് x minus 11 by 1.5 ആയിട്ട് നമ്മൾ z നമ്മൾ ചൂസ് ചെയ്യുന്നു. Then we have to find x naught such that probabilities of x greater than x naught equal to 0.3. അത് ഈ പ്രോബിലിറ്റി 0.3 വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള x naught എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ ഇതിനെ നേരത്തെ ഇതുപോലെ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോബിലിറ്റീസ് ഓഫ് x minus 11 by 1.5 greater than x naught minus 11 by 1.5. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 11 by 1.5 നമ്മൾ Z ആയിട്ട് ചൂസ് ചെയ്തു. ഈ എക്സ് നോട്ട് മൈനസ് 11 by 1.5 നമ്മൾ Z1 ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, വേർ Z1 ഈക്വൽ ടു എക്സ് നോട്ട് മൈനസ് 11 by 1.5. സോ ഈ Z എന്താണ്? ഈ Z1-നേക്കാളും കൂടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി ആണ് 0.3 ആണ്. ഓക്കെ, അപ്പോൾ 0 to ഇൻഫിനിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ Z1-നുള്ള പ്രോബിലിറ്റി മൈനസ് നമുക്ക് എന്ത് കിട്ടും? 0.3 കിട്ടണം. ഇതുവരെ നമ്മൾ ചെയ്തത് അല്ലേ? അതായത് Z1-നേക്കാളും മുകളിലേക്കുള്ള പ്രോബിലിറ്റി പറഞ്ഞാൽ Z1 വരെയുള്ള സാധനം നമ്മൾ 0 to ഇൻഫിനിറ്റിയിൽ നിന്ന് 0 to Z1 വരെയുള്ള സാധനം മൈനസ് ചെയ്താൽ മതി. That is probabilities of 0 to infinity minus probabilities of 0 to Z1 equal to 0.3 വരണം. ഇനി 0 to ഇൻഫിനിറ്റിയുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0.5 ആണ്. 0 to Z1 പ്രോബിലിറ്റി നമുക്ക് അറിയില്ല. ആ Z1 കിട്ടിയാലേ അത് കിട്ടുള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു 0.3 ആണ്.
സോ നമുക്ക് പ്രോബബിലിറ്റീസ് ഓഫ് 0 to Z1 ഈക്വൽ ടു ഈ 0.5 നിന്ന് 0.3 മൈനസ് ചെയ്യുമ്പോൾ 0.2 കിട്ടും. അത് ഒരു 0 മുതൽ Z1 വരെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി പറഞ്ഞാൽ 0.2 ആണെന്ന് കിട്ടി. ഈ 0.2 വരുന്ന വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാബിൾ നമ്മൾ ചൂസ് ചെയ്യണം. 0.2 വരുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ 0.2 വരുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ 0.2 ഇവിടെ 0.1950 വരുന്നുണ്ട്, ഇവിടെ 0.1915 വരുന്നുണ്ട്, ഇവിടെ 0.1875 വരുന്നുണ്ട്, ഇവിടെ 0.20 വരുന്നുണ്ട്. അപ്പോൾ 0.5 സംതിങ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും, 0.2 ആണ് പ്രോബിലിറ്റി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, Z1 ആയിട്ട് 0.524 ഞാൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, സോ Z1 ഈക്വൽ ടു 0.524 ആണ് എങ്കിൽ x0 മൈനസ് 11/1.5 ആണല്ലോ Z1 ഈക്വൽ ടു 0.524 വരും. അത് നമ്മൾ x0 കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 11.786. ഓക്കെ, അപ്പോൾ x0 എന്ന വാല്യൂ 11.786 എന്ന് കിട്ടി. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് സെക്കൻഡ് വണ്ണും വരുന്നത്. പ്രോബബിലിറ്റീസ് ഓഫ് എക്സ് ലെസ് ദാൻ x0 ഈക്വൽ ടു 0.09 ആണെങ്കിൽ ആ x0 എത്രയെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ഇതുപോലെ എന്തെങ്കിലും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ഈസ് പ്രോബബിലിറ്റീസ് ഓഫ് x മൈനസ് 11/1.5 ഗ്രേറ്റർ ദാൻ x0 മൈനസ് 11/1.5 ദാറ്റ്സ് ഈക്വൽ ടു 0.09. നേരത്തെ എടുത്ത പോലെ എന്ത് ചെയ്യുക, ഈ x0 മൈനസ് 11/1.5 നമ്മൾ Z2 ആയിട്ട് ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രോബബിലിറ്റീസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ Z2 ഈക്വൽ ടു 0.09. ദെൻ Z2-നേക്കാൾ മുകളിലേക്കുള്ള ഏരിയ കാൽക്കുലേറ്റ് ആണ്. അത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ളതിന് 0 മുതൽ Z2 വരെയുള്ള നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് minus infinity less than z less than 0 minus z2 less than z less than 0 equal to 0.09 ആണ്. That is 0.5 minus probability of z2 less than z less than 0 equal to 0.09 വരും. അത് നമുക്ക് എന്ത് കിട്ടും, ഏരിയ ഫ്രം 0 to z2 equal to 0.41 കിട്ടും. ഈ 0.41 ഏത് വാല്യൂവിന് കറസ്പോണ്ടിങ് ആണോ വരുന്നത് നോക്കുക നമ്മൾ ടേബിളായി. നമുക്ക് z2 equal to മൈനസ് 1.34 കിട്ടും. അത് 1.34 കറസ്പോണ്ടിങ് വാല്യൂ 0.41 ആയിരിക്കും. മൈനസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.41 ആയിരിക്കും. ഓക്കെ, ദെൻ x0 മൈനസ് 11/1.5 ഈക്വൽ ടു മൈനസ് 1.34 ഈക്വൽ ടു നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, x0 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. x0 ഈക്വൽ ടു 8.99 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലംസ് നോക്കാണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.